ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ കേക്ക് ഡെക്കറേഷനൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് റെഡ് ജെൽ കളർ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു പീച്ച് കളറാണ് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് റെഡ് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ചൊരു 2 ഡ്രോപ്സൊക്കെ യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പീച്ച് കളറായി കിട്ടും. കേക്ക് ഫുൾ ഐസിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതിന് ശേഷമാണ് നമ്മൾ ഡെക്കറേഷനുള്ള ക്രീമൊക്കെ സെറ്റാക്കുന്നത്. ക്രീമിൽ കളർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലൂസായ പോലെ തോന്നും. അതെന്ന് കരുതി ഇത് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഫ്രീസറിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ വെച്ചാൽ മതി. ഫ്രീസറിൽ തണുപ്പിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ ഡിസൈനൊക്കെ വരക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര സ്മൂത്തായിട്ട് വരില്ല. ഇങ്ങനെ കട്ട പിടിച്ച് അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ കളറൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ റോസറ്റയുടെ വലിയ നോസിലാണ് എടുത്തിട്ടുള്ളത്. ക്രീം പൈപ്പിംഗ് ബാഗിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെയാണ് ചെയ്യാറ്. അതെല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നല്ല വൃത്തിയായിട്ട് ക്രീം നിറക്കാൻ പറ്റും. ഇനി വേറൊരു പൈപ്പിംഗ് ബാഗിലൂടെ കുറച്ചാക്കണം. അതുകൂടെ ആക്കിയിട്ട് ഞാൻ രണ്ടും ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തേ എടുക്കണുള്ളൂ. പിന്നെ ഫോണ്ടൻ്റെ കുറച്ച് ലെറ്റേഴ്സും ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്യാണ്ട് അത് കഴിഞ്ഞതിന് ശേഷമേ ഈ ക്രീം എടുക്കുന്നുള്ളൂ. ഇനി ഞാനിവിടെ കുറച്ച് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം. ക്രീം കുഴച്ചൊന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട കളർ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ റെഡ് ജെൽ കളർ തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ പീച്ച് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളിത് കുഴക്കുന്ന സമയത്ത് ഈ കളർ മിക്സ് ചെയ്താൽ കുറച്ചൊരു നനവ് പോലെയൊക്കെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കുഴച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് റെഡിയാവും. നമ്മളിത് കുഴക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ അവിടെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ച് ഇത് പരത്തിയെടുക്കണം. കോൺഫ്ലവർ ഇട്ടിട്ട് തന്നെയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. നല്ല തിന്നായിട്ട് പരത്തരുത്, കുറച്ച് തിക്നെസ്സോടുകൂടി പരത്തണം. എന്നെങ്കിൽ നമ്മൾ ഓരോ ലെറ്റേഴ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാണ്ടിരിക്കുള്ളൂ. നല്ല നൈസാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ്. ഇപ്പോൾ ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും ഈ ഒരു ഡിസൈൻ അല്ലേന്ന് കരുതിയിട്ട് ഞാനിത് ഇതുപോലെ ഇങ്ങനെ ആ ബ്രഷിൻ്റെ അറ്റവും കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ
ഒരു കുഴി പോലെയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഫ്ലവറിന് വേറൊരു ഡിസൈൻ ആവുമല്ലോ എന്ന് കരുതി അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാതും കട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ഫോണ്ടൻ്റ് ബാക്കി വന്നപ്പോൾ അതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് കരുതി. ഇപ്പോൾ നമ്മൾ ഐസിങ് കഴിഞ്ഞ് കേക്ക് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇത് ഇന്നലെ നൈറ്റിൽ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് അതിൽ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് തോന്നുന്നുണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്പാച്ചുല ഒന്ന് നനച്ചു കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫിനിഷായി കിട്ടും. അപ്പോൾ നമുക്കിനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ റോസറ്റ ഫ്ലവറാണ് വരയ്ക്കുന്നത്. വരയ്ക്കാൻ നല്ല ഈസിയും പിന്നെ വരച്ച് കഴിഞ്ഞാൽ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഡിസൈനാണിത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ 3 ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്ലവർ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത് അതേ പൊസിഷനിൽ നിന്ന് തുടങ്ങി ഇതേപോലെ അവസാനിപ്പിച്ച ഇതുപോലെ നല്ല ഫ്ലവറായിട്ട് കിട്ടും. അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ നിറച്ച് വെച്ച പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ചെറുതായിട്ട് അറ്റം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒരുപാട് തവണ അതിൻ്റെ മുകളിൽ ഇനി കേക്കിൻ്റെ താഴ്ഭാഗത്തൊരു ഭംഗിക്കുറവെന്ന് തോന്നണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്നാൽ താഴത്തുള്ള ആ ഒരു വൃത്തികേട് കാണുകയില്ല. റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ഡിസൈൻ ചെയ്തതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് 2 കുഞ്ഞ് റോസ് കൂടെ വരച്ചു കൊടുക്കുക. ഇതുപോലെ ചെറുതാക്കി വരച്ചാൽ നല്ല കുഞ്ഞ് റോസ് വരയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു 1 മണിക്കൂറൊക്കെ എടുത്ത്. ഇതിപ്പോൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എടുത്തതാണ്. അരമണിക്കൂർ മുമ്പ് മാത്രമേ നമ്മൾ ഫോണ്ടൻ്റെ ലെറ്റേഴ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫോണ്ടൻ്റ് വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തെടുത്ത സമയത്ത് അതിങ്ങനെ മെൽറ്റായി വരും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ലെറ്റേഴ്സൊക്കെ വെച്ച് കൊടുക്കുക. ഹാപ്പി ബർത്ത്ഡേ നെയിംസൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ അതിനുശേഷം സൈഡിൽ കുറച്ചിങ്ങനെ ബ്ലാങ്ക് ആയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കിയിരുന്നല്ലോ, അത് അതിൻ്റെ സൈഡിലും കൂടെ വെച്ച് കൊടുക്കുക. ഉണ്ടാക്കിയതൊന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി എല്ലാതും അതിൽ തന്നെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് 3 ടോപ്പറൂടെ വെച്ച് കൊടുക്കാറുണ്ട്. അത് അതിൻ്റെ സൈഡിലിരിക്കണം ആ ബട്ടർഫ്ലൈ അത് നമുക്ക് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ബട്ടർഫ്ലൈയും സ്റ്റിക്കും സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് അതിൻ്റെ നമ്മളെ ഹൈറ്റിനനുസരിച്ച് എത്ര വേണം നമുക്ക് സ്റ്റിക്കിൻ്റെ ഹൈറ്റ് എന്ന് കരുതി അങ്ങനെ കട്ട് ചെയ്ത് ഈ ബട്ടർഫ്ലൈയുടെ ബാക്കിൽ ടാപ്പ് വെച്ചിട്ട് ആണ് ആ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഭംഗിയായിക്കോട്ടെ എന്ന് കരുതി കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് കൂടെ കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് എന്തായാലും പുറമേ കാണുന്ന ഭംഗി മാത്രമല്ലല്ലോ, ഉള്ളിലത്തെ അതും ടേസ്റ്റ് വേണ്ടേ. അപ്പോൾ ഇതിന് ഫില്ലിംഗ് ആയിട്ട് ചെറിയും പിന്നെ അതുപോലെ വൈറ്റ് ചോക്കോ ചിപ്സും ഒക്കെ ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. 3ാമത്തെ ബർത്ത്ഡേ ആയ കാരണം
ഒരു 3 വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണ്ടൻ്റ് കൊണ്ട് ഒരു 3 കൂടെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പർ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ഉപകാരം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.